ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഷോപ്പ് ബിസിനസിനെ കുറിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കേരളത്തിൽ അത് ആരും തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഗൾഫിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഈ ഒരു സംഭവം പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുക. അപ്പോൾ എന്താണ് ആ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. This is Iqbal Usu. Welcome back to my new video. അപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഷോപ്പ് ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്നതും എന്നാൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു ഷോപ്പ് ബിസിനസ്സാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഈ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ഗൾഫിലൊക്കെ ഈ ഒരു സംഭവം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, വളരെ കോമൺ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ടീ ഷോപ്പുകൾ, കോഫി ഷോപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല രീതിയിലുള്ള ചായക്കടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ കോഫി ഷോപ്പുകളും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു അറബിക് കോഫി ഷോപ്പിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു അറബിക് കോഫി വിത്ത് ഡേറ്റ്സ്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് അത് തുടങ്ങിയെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു സംഭവം. അപ്പോൾ എന്താണെന്നല്ലേ, നമുക്ക് മറ്റൊന്നല്ല, നമ്മൾ കണ്ടിട്ടുണ്ടാവും അറബിക് കോഫി അല്ലെങ്കിൽ ഖാവ. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഗൾഫിലേക്ക് അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് ഡേറ്റ്സ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫസ്റ്റ് ക്ലാസ് ഡേറ്റ്സ്, ഈത്തപ്പഴം അല്ലേ. അപ്പോൾ ഈ ഒരു ഖാവ സെർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ കയ്പായിരിക്കും ആ സംഭവത്തിന്, വളരെ ഡാർക്കാണ്, അങ്ങനെ മധുരം ഇടാതെയാണ് ആ സാധനം സെർവ് ചെയ്യുക. പക്ഷെ അറബികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പൊതുവെ നമ്മളെ മലയാളികളൊക്കെ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ അവർ സെർവ് ചെയ്തത് ഈത്തപ്പഴമാണ്. ഫസ്റ്റ് ക്ലാസ് നല്ല കിഡ്ലൻ ഈത്തപ്പഴം, നല്ല വില കൂടിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഈത്തപ്പഴമാണ് അതിൻ്റെ കൂടെ അവർ സെർവ് ചെയ്യുക. ഈ ഒരു സംഭവമാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഷോപ്പ് ഡിസൈൻ ചെയ്യാം, ചെറിയ രീതിയിലുള്ള ഒരു ഷോപ്പ്. ഓക്കെ, ചെറിയ രീതിയിലുള്ള ഒരു കോഫി ഷോപ്പ് പോലെ ചെറിയ ഒരു സെറ്റപ്പിലുള്ള ഒരു കോഫി ഷോപ്പ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത്, അവിടെ കുടിക്കാനായിട്ട് നമ്മൾ അറബിക് കോഫി അല്ലെങ്കിൽ ഖാവ, ഓക്കെ, നമുക്ക് അറബിക് കോഫി എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഈത്തപ്പഴം സെർവ് ചെയ്യാം. അറബിയിൽ അതേപോലെ തന്നെ ഗൾഫിൽ നമ്മൾ എങ്ങനെയാണോ അവിടെ കിട്ടുന്നത് അതേ രൂപത്തിൽ തന്നെ നല്ല അറബിക് കോഫിയും വിത്ത് ഡേറ്റ്സും നല്ല ഈത്തപ്പഴം കൂടിയിട്ട് സെർവ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഈ ഈത്തപ്പഴം കുറച്ച് ബോക്സുകളിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 പീസ് അല്ലെങ്കിൽ 10 പീസൊക്കെ ആക്കിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ രൂപത്തിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു വിശേഷ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ചില ഈ സ്വീറ്റ്സിൻ്റെ ബോക്സൊക്കെ സെർവ് ചെയ്യണ, സ്വീറ്റ്സിൻ്റെ ബോക്സൊക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള, കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഒരു ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈത്തപ്പഴം നമുക്ക് പറഞ്ഞ 5 പീസ് 10 പീസ് എന്നൊക്കെ പറയണത് അങ്ങനത്തെ ഈത്തപ്പഴമായിരിക്കും. ഒരെണ്ണം കഴിച്ച് നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഈത്തപ്പഴമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ 5 പീസ് 10 പീസ് അടങ്ങിയിട്ടുള്ള ബോക്സുകൾ, ചെറിയ ഗിഫ്റ്റ് ബോക്സുകളൊക്കെ ആക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ അവിടെ ഡിസ്പ്ലേ കൊടുക്കാം. അതും ആളുകൾ അവിടുന്ന് വാങ്ങാൻ സാധ്യതയുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ അവിടുന്ന് ആളുകൾ അത് വാങ്ങിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്, ഗിഫ്റ്റ് കൊടുക്കുന്നവർക്കൊക്കെ. ഈ ഒരു സംഭവത്തിന്റെ കൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാം, വളരെ റിലാക്സ് ചെയ്യുന്ന രീതിയിൽ, മനസ്സിലായില്ലോ, വളരെ സൈലന്റ് അറ്റ്മോസ്ഫിയറിൽ ഒരു ചെറിയ ലൈറ്റ് മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഗസലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ലൈറ്റ് മ്യൂസിക്കുകളൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അറ്റ്മോസ്ഫിയർ, നല്ല വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നല്ല ലൈറ്റിങ്ങും, ഓക്കെ, നല്ല ആർഭാടമാക്കിയിട്ടുള്ള ലൈറ്റിങ്ങിനെ കുറിച്ചല്ല പറഞ്ഞത്, വളരെ ഒരു സൈലന്റ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കഫേ, ഒരു അറബിക് കോഫി അല്ലെങ്കിൽ അറബിക് കഫേ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കഫേ സെറ്റ് ചെയ്യാം. ഓക്കെ, ചെറിയ രീതിയിൽ തന്നെ നമുക്ക് കഴിയും, അതിനെ സെറ്റ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കഫേയുടെ ഒരു ഭാഗത്ത്
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഫേയിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഫാമിലീസ് ഉണ്ടാവും, കപ്പിൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലേഡീസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു സ്പോട്ടായിരിക്കും ജനറലി നമ്മളൊരു കോമ്പൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗത്ത് ഇവർക്കൊന്നും ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിലുള്ള ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു സ്മോക്കിംഗ് കോർണർ സെറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരിക്കലും ഒരു സ്മോക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യലല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് സ്മോക്ക് ചെയ്യണം എന്ന് പറയുന്നതല്ല കേട്ടോ. ഒരിക്കലും സ്മോക്ക് ചെയ്യാൻ പോലെ സ്മോക്കിംഗ് നോ സ്മോക്കിംഗ് ആണ്. ഒരിക്കലും സ്മോക്കിംഗ് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്മോക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ കോഫി കുടിക്കുമ്പോഴൊക്കെ അതിന്റെ കൂടെ സ്മോക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ശീലിച്ച ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യണം, ചിലപ്പോൾ കോഫി കുടിക്കുമ്പോൾ അതിന്റെ കൂടെ എന്ത് ചെയ്യണം, ചിലപ്പോൾ കോഫി അടിക്കുന്ന അതിന്റെ കൂടെ തന്നെ അവർക്ക് സ്മോക്ക് ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഫി കുടിച്ചുകൊണ്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്മോക്കിംഗ് കോർണർ എന്നുള്ള ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല രസത്തിൽ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു കഫേ, ഒരു അറബിക് കഫേ, മനസ്സിലായില്ലേ? വേറെ ചായ കോഫി സാധനങ്ങളൊന്നും അവിടെ സെർവ് ചെയ്യരുത്. കാരണം നമ്മളൊരു അറബിക് സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും അടുത്ത കാലത്തൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺമസ്ക, അതേപോലെ തന്നെ ഇറാനി ടീ, ബൺമസ്ക ആൻഡ് ഇറാനി ടീ എന്നുള്ള സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. എന്താണ് ഈ ബൺമസ്ക ഇറാനി ടീ എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാലോ. നമ്മളെ ഇതിന്റെ ഉറവിടം തന്നെ എന്ന് പറയുന്നത് ഇറാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് ആദ്യകാലത്ത് ഇറാനിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുള്ള ആളുകളാണ് നമ്മളെ നാട്ടിൽ ഇന്ത്യയിലുള്ള ഈ ചായ എന്ന് പറയുന്നത് ഇന്ന് വന്നതല്ല. സത്യത്തിൽ ഇതൊരു ഇറാൻ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഒരുപാട് ഇറാന്റെ പുരാതന കാലത്ത്, ഇറാന്റെ പഴയ കാലത്ത് ഇറാനിൽ ആളുകൾക്ക് കുടിച്ചിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു സാധനമാണ് ഇന്ന് നമ്മളെ നാട്ടിൽ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അത് ഇന്ത്യയിൽ കുടിയേറി പാർത്തിട്ടുള്ള ആളുകൾ അവരുടെ ഒരു എന്താ പറയുക, ചെലവ് കുറഞ്ഞ ആളുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് രൂപേണ സെറ്റ് ചെയ്തെടുത്ത ഒരു സംഭവമാണ് ഈ ബൺമസ്ക ഇറാനി ടീ എന്ന് പറഞ്ഞ പോലെ തന്നെ. നമ്മളെ ദുബൈയിലും അബുദാബിയിലും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ഈ കാവ, അതേപോലെ തന്നെ ഈത്തപ്പഴം കൊടുക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയും. ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ കേരളത്തിൽ ഒരു കോഫി ഷോപ്പ് സെറ്റപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറബിക് കോഫി വിത്ത് ഡേറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവരിക. അതിന്റെ കൂടെ തന്നെ നമുക്ക് അറബിക് ഐറ്റംസ് ആയിട്ടുള്ള നമുക്ക് ഈ ഡേറ്റ്സിന്റെ വിവിധ രൂപത്തിലുള്ള ഡേറ്റ്സുകൾ നമുക്ക് അവിടെ സെർവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പാക്ക് ബോക്സുകളൊക്കെ ആയിട്ട് നമുക്ക് പാർസൽ കൊടുക്കുന്ന രീതിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പറയാത്തതായിട്ടുള്ള അറബിക് വിഭാഗത്തിൽ പെട്ട വല്ല ഡ്രിങ്ക്സ് നിങ്ങൾക്ക് അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന വല്ല സംഭവങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഇപ്പൊ ഒരു TV കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് കണ്ടിട്ട് നമ്മൾ അവിടെ ശീശയൊക്കെ വലിക്കുന്ന ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ TV ഇപ്പൊ കളികളും കളിയൊക്കെ ഉള്ള സ്പോർട്സിന്റെ സമയം, ഇപ്പൊ ഫുട്ബോൾ ക്രിക്കറ്റ് മാച്ചുകളൊക്കെ നടക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ അവിടെ എന്ത് ചെയ്യും, കൂടും. ഈ ഒരു കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തടിച്ചു കൂടുതലുണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു TV ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ കോഫി ഷോപ്പിൽ നമുക്ക് ഒരു അറബിക് കോഫി ഷോപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അറബിക് വൈബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു കോഫി ഷോപ്പ്, അത് സംഭവം ഭയങ്കര വ്യത്യസ്തമായിരിക്കും. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോസും സ്റ്റാറ്റസും സ്റ്റോറികളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആളുകൾ അതിനെ സ്വീകരിക്കും. ആളുകൾ നിങ്ങളെ തേടി എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷോപ്പ് എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്കും നിങ്ങൾക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ മുതൽ മുടക്കിൽ നമ്മൾക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു സൂപ്പർ ഷോപ്പ് ബിസിനസ് ആണ് ഒരു അറബിക് കോഫി എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു അറബിക് കഫേ എന്നുള്ളത്. സോ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന, ചെറിയ രീതിയിലൊക്കെ പുതിയ ഷോപ്പ് ഡിസൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങൾക്കൊന്ന് പരിഗണിക്കാവുന്നതാണ്. നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും, വിജയിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു സംഭവം കൂടിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിങ്ങളുടെ ഇഷ്ടമായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. അതിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തനിമ നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അറബിക് കഫേയുടെ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടാത്ത രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾക്ക് അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഒരു അടിപൊളി സംഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഒരു ന്യൂ ബിസിനസ്സേഴ്സിന് ആദ്യമായിട്ട് ബിസിനസ്സിൽ എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഒരു എക്സ്പീരിയൻസ്, നല്ലൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.